പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ ലക്ഷക്കണക്കിന് ആൾക്കാർ അമ്മേ എന്ന് വിളിച്ചു വരുന്ന ഈ ദേവാലയത്തിലെ ഈ ധ്യാന കേന്ദ്രത്തിൽ അൽത്താരയിൽ നിന്നാണ് അച്ഛൻ ഈ അനുദിന വിമോചന പ്രാർത്ഥന ഞാൻ നടത്തുന്നത്. പ്രിയ മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരുന്ന ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചു. മനുഷ്യന്റെ എല്ലാ വേദനകളെയും വിഷമതകളെയും, പ്രത്യേകിച്ച് അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ, തടസ്സങ്ങൾ വിട്ടുമാറാൻ, ജോലിയുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ, കല്യാണത്തിന്റെ മേലുള്ള ബന്ധനം വിട്ടുമാറാൻ, സ്ഥലക്കച്ചവടത്തിന്റെ മേലുള്ള ബന്ധനം വിട്ടുമാറാൻ, PR കിട്ടാൻ, പഠന വിസയുമായി വിദേശത്തേക്ക് പോയിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, കാർഷിക മേഖലയിൽ നല്ല ഉയർച്ച ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന മക്കളെയും ഞാൻ സമർപ്പിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ വീട്ടിലുള്ള കലഹങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വീട്ടിലുള്ള നിരാശ വിട്ടുമാറാൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെ നിസ്സംഗതയോടെ ഉത്തരവാദിത്വ ബോധമില്ലാതെ പെരുമാറുന്ന ജീവിത പങ്കാളികൾക്ക് മാനസാന്തരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. തെറ്റായ ബന്ധങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. തെറ്റായ സുഹൃത്ത് ബന്ധങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മദ്യത്തിന്റെ ലഹരിയുടെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കേരളത്തിലെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഗവൺമെന്റിന് മാനസാന്തരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മദ്യഷാപ്പുകള് തുറന്നു കൊടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെയുള്ള അവരുടെ പെരുമാറ്റങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ ബന്ധനങ്ങളും മാറട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇത് അവധിക്കാലം ആരംഭിച്ചിരിക്കുക. കുട്ടികളൊക്കെ നമ്മുടെ ഭവനങ്ങളിലാണ്. കുട്ടികൾ കളിക്കാനൊക്കെ പോകുമ്പോൾ അവർക്ക് അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവധിക്കാലങ്ങളിൽ അവർ തെറ്റായ ബന്ധങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികള് നിങ്ങളുടെ വീട്ടിൽ പ്രബലപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. തിന്മയുടെ ആധിപത്യങ്ങളും തിന്മയുടെ പ്രേരണ നൽകുന്നവര് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മദ്യം ലഹരിയൊക്കെ വിൽക്കെ നമ്മുടെ ഗ്രാമങ്ങളെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്ന, പ്രത്യേകിച്ച് ലഹരി കച്ചവടം ചെയ്യുന്ന നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരും നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ബന്ധിച്ച് പ്രാർത്ഥിച്ചു. കാരണം അവർ വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കും. അപ്പൊ അതുകൊണ്ട് അവര് നമ്മുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ പറമ്പിലേക്ക് പ്രവേശിച്ചു പോകരുതെന്ന് അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ വാഹനം വാങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ഭവനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ജോലി കിട്ടാൻ വേണ്ടി, ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആ ജോലി കിട്ടിയിട്ടും വിസ ശരിയാകാതെ, ആ എംബസി തുറക്കാതെ നിൽക്കുന്ന കുറേ മക്കള് പ്രാർത്ഥനാ സഹായം തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പോളണ്ടിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്ക് പോകാൻ ഇതാ ജോലിയുടെ ഓർഡർ കിട്ടിയെന്ന് ഏജന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിസ കിട്ടുന്നില്ല. അവർ പറയുന്ന എംബസി തുറക്കുന്നില്ല. അങ്ങനെ പണം നഷ്ടപ്പെട്ട് കുരുക്കിൽപ്പെട്ടിരിക്കുന്ന കുറേ മക്കളുടെ ആ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിക്കുന്നിന്റെ അത്ഭുത ദേവാലയത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് മക്കളെ. 5-ാം തീയതി ശനിയാഴ്ച രാവിലെ പള്ളിയിൽ വലിയ അഭിഷേക പ്രാർത്ഥനയുണ്ട് മക്കളെ. അതിന് ഞാൻ അച്ഛനാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ സാധിക്കുന്നവരെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് അവധിക്കാലങ്ങളില് വിശുദ്ധമായ സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരെ പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലേക്ക് ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ആ തീർത്ഥാടകർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ അവധിക്കാലത്ത് കുട്ടികളുമായിട്ട് ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു മക്കളെ. ഇവിടെ വന്ന് പള്ളിക്ക് ചുറ്റും നിരങ്ങി പ്രാർത്ഥിക്കാനും, പള്ളിയുടെ മുകളിലുള്ള ഗ്രോട്ടോയിൽ കയറി പ്രാർത്ഥിക്കാനും, പള്ളിയുടെ മുമ്പിലിരിക്കുന്ന കല്ലെടുത്ത് ചുമന്ന് തന്റെ വീട്ടിലെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കാനും, ഉരുണ്ട് പ്രാർത്ഥിക്കാനും, പള്ളിക്കകത്ത് എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനും ഞാൻ നിങ്ങളെല്ലാവരെയും പള്ളിക്കുന്നിൽ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലേക്ക് ഈ അവധിക്കാലത്ത് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് മക്കളെ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് ഹെബ്രയർക്കാർക്ക് എഴുതിയ ലേഖനമാണ്. 13-ാമത്തെ അധ്യായമാണ്, 12-ാമത്തെ തിരുവചനമാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുകയാണ്: സ്വന്തം രക്തത്തിലൂടെ
ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തു കവാടത്തിന് പുറത്ത് വെച്ച് പീഡനമേറ്റു. നമ്മളെ രക്ഷിക്കുന്നതിന്, നമ്മളെ നവീകരിക്കുന്നതിന്, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതിന്, നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ കിട്ടുന്നതിന് ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി പീഡനമേറ്റു. മക്കളെ, പ്രിയപ്പെട്ടവരെ, ആ ശക്തിയുടെ ബലത്താലാണ് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും ഈ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാം. എല്ലാവരും ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് രക്ഷ ലഭിക്കട്ടെ. ഹല്ല 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 ഹല്ല. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. കരങ്ങൾ കൂപ്പി പിടിച്ച് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരുക. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിച്ചുകൊണ്ട് ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും, ശരീരത്തിൽ നിന്നും രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും, എല്ലാ ശത്രുക്കളിൽ നിന്നും, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ എല്ലാ കെണികളിൽ നിന്നും, കൂടോത്രങ്ങളിൽ നിന്നും, മന്ത്രവാദങ്ങളിൽ നിന്നും, ആഭിചാരങ്ങളിൽ നിന്നും, ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും, എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്നും, ദുഷ്പ്രവൃത്തികൾക്ക് കാരണമാകുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും, തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ ദൈവജനത്തിന്റെ ആത്മാവിനെയോ മനസ്സിനെയോ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഇവരെ ഞാൻ മോചിക്കുന്നു. ഈ നിമിഷം മുതൽ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാം കർത്താവിന്റെ സ്വന്തമാണ്. ഇനിമേലിൽ കർത്താവിന്റെ സ്വന്തമാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ മക്കളിലേക്ക് ആവസിക്കട്ടെ. വരദാനങ്ങൾ കൊണ്ട് ഇവർ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തത്തിന്റെ കോട്ട കെട്ടപ്പെടട്ടെ. യേശുവിന്റെ തിരു ശരീരത്തിന്റെ കോട്ട കെട്ടപ്പെടട്ടെ. പരിശുദ്ധാത്മാ കോട്ട കെട്ടപ്പെടട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സകല മാലാഖമാരും സകല വിശുദ്ധരും ഈ മക്കൾക്ക് സംരക്ഷണം കൊടുക്കട്ടെ. അങ്ങനെ ഈ മക്കൾ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം അർപ്പിക്കാൻ ഇടയാകുമാറാകട്ടെ. സാധിക്കുന്നവര്, പറ്റുന്നവര് കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താ, എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാ ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് പരിപൂർണമായ വിടുതൽ കിട്ടട്ടെ. തടസ്സങ്ങളെല്ലാം മാറട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്താൽ അത്ഭുത ശക്തിയാൽ ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, മുണ്ടക്കയം കൺവെൻഷന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സെന്റ് മേരീസ് പള്ളിയിൽ കോട്ടയം ജില്ല, ഇടുക്കി ജില്ലാ ഭാഗത്തുള്ള വിമോചനം ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ആ അത്ഭുത പള്ളിയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. 5 ദിവസത്തെ അച്ഛന്റെ വചനം കേൾക്കാൻ, 5 ദിവസത്തെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ, പിശാചുക്കൾ അങ്ങനെ ബഹിഷ്കരിക്കപ്പെടാൻ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാണ് ഉപയോഗിക്കുന്നത്. മക്കളെ, എല്ലാ മക്കളെയും മുണ്ടക്കയം സെന്റ് മേരീസ് പള്ളിയിലേക്ക് ഞാൻ ക്ഷണിക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ പള്ളിയിൽ, വയനാട്ടിലെ ലൂർദ് മാതാ പള്ളിയിൽ നടക്കുന്ന ധ്യാനത്തിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 5 വൈദികരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഡെലിവറൻസിന്റെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ആശീർവദിക്കപ്പെടട്ടെ. ഈ അനുദിന പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവരും ഇത് കേൾക്കട്ടെ മക്കളെ. ഇതെല്ലാ വീടുകളിലും മുഴങ്ങട്ടെ മക്കളെ. യേശുക്രിസ്തുവിന്റെ നാമം മുഴങ്ങട്ടെ മക്കളെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.